എല്ലാവർക്കും മെലോഡിയസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന പാട്ട് ഒരു പഴയ പാട്ടാണ്, മലർക്കൊടി പോലെ എന്നുള്ള സോങ്. അപ്പോൾ ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്ത ശേഷം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ പോപ്കോൺ ആണ്. സാധാരണ നമ്മൾ മൂവി കാണാനായിട്ട് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കാരമൽ പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഡ്രൈ കോൺ 1/2 കപ്പ്. ഇതിൻ്റെ പാക്കറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വൈറ്റ് ഷുഗർ 1/4 കപ്പ്. ബ്രൗൺ ഷുഗർ 1/4 കപ്പ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ 1/2 കപ്പ് വൈറ്റ് ഷുഗർ എടുത്താൽ മതി. ബട്ടർ 2 ടേബിൾ സ്പൂൺ. കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. വാനില എസൻസ് 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് കോണിനെ പോപ്കോൺ ആക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കോൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺ ഇപ്പോൾ ബട്ടറിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. ഈ കോണ് പൊട്ടി വരും. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പോൾ പൊട്ടി തുടങ്ങുന്നത് വരെ ഇത് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കോൺ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഈ കോൺ ഫുള്ള് പൊട്ടി തീരുന്നത് വരെ നമ്മളിത് ഓപ്പൺ ചെയ്യരുത്. തുറന്നാൽ ഇത് പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പോൾ ഫുള്ള് പൊട്ടി തീരുന്നത് വരെ ഇത് കവർ ചെയ്ത് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കോണെല്ലാം പൊട്ടി ഇപ്പം പോപ്കോൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനെ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. ആദ്യം പാനിലേക്ക് ഷുഗറും ബട്ടറും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വൈറ്റ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വരണം. ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷുഗറും മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വൈറ്റ് ഷുഗർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കളറ് മാറി വരുന്നത് നോക്കണം. ഇതിപ്പോൾ ബ്രൗൺ ഷുഗറോട് ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുള്ള് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക.
ഇത് ചെറിയ ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊരു ക്രീം പരുവത്തിലാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതാവും. ഇപ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പോപ്കോണിൽ ക്യാരമൽ നന്നായി കവറായി വന്നിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ബേക്ക് ചെയ്താൽ കുറച്ചുകൂടി ക്രിസ്പി ആവും. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിതൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 100 ഡിഗ്രിയിൽ ഓവൻ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് നോർമലി കേക്ക് ചെയ്യുന്നത് പോലെ 180 ഡിഗ്രിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ബേക്ക് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർ 100 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ അടിപൊളി ക്യാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വിഭവമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.